എബി, നമുക്കറിയാം രാവിലെ കഠിനമായ ചൂടാണ്. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഇന്നലെയൊക്കെ നമുക്കറിയാം വലിയ രീതിയിലുള്ള മഴയൊക്കെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കാലാവസ്ഥ ഈ പൂരത്തിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? ഒരു തരത്തിലുള്ള ആശങ്കകളുമില്ല. വളരെ ഈ പൂരത്തിനോട് ഏറ്റവും അനുയോജ്യമായി തന്നെ പൂരം എങ്ങനെ പോകണം, ആ പൂരത്തിന് ഏത് രീതിയിലുള്ള കാലാവസ്ഥ വേണം, ആ കാലാവസ്ഥ അതിനനുകൂലമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പോലും ഇതിന് അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സമയം അതിനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഒരു വലിയ മനുഷ്യപ്രയത്നത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെയൊക്കെ ഒരു ആ ഒരു ഫലമാണ് ഇത് ഈ പൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എന്തായാലും പ്രകൃതി വളരെ അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ മഴ പെയ്തെങ്കിൽ പോലും ആ മഴ പെയ്തത് പോലും അത്തരത്തിൽ ഈ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായതിനു ശേഷം എല്ലാവരും അവരുടെ വീടുകളിലേക്കൊക്കെ ഏതാണ്ടൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലൊരു മഴ ഇന്നലെ പെയ്തത് തന്നെ. പക്ഷേ ശക്തമായ രീതിയിലുള്ള മഴ ഇന്നലെ പെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ആനുകൂല്യം എന്തായാലും ഇപ്പോൾ ഉണ്ട്. വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇന്നലത്തെ മഴ നൽകുന്ന ഒരു ആശ്വാസം അത് ചെറിയ കാര്യമല്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പൂരത്തിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള നെയ്തലക്കാവിൽ ഭഗവതി ഈ തെക്കേ ഗോപുരവാതിൽ തുറന്ന് തെക്കോട്ടിറങ്ങുന്ന ഒരു കാഴ്ച അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ പൂരമൈതാനത്തേക്ക് തെക്കേ ഗോപുരത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് ഈ തെക്കേ നട തുറന്ന് ഇവർ ഈ നെയ്തലക്കാവിൽ ഭഗവതി എത്തുക. അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആ സമയത്ത് കൃത്യമായ രീതിയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിരവധിയായിട്ടുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ രാവിലെ മുതൽ തന്നെ പൂരനഗരിയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പൂരത്തിൻ്റെ ആവേശം മുഴുവൻ ഈ തൃശ്ശൂർ എന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇതൊരു സ്ത്രീ സൗഹൃദ പൂരം എന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ ഇത്തവണയും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പവലിയൻ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ്. നേരത്തേക്ക് ഈ പൂരത്തിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന നിലയിലുള്ള ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. എന്നാൽ കഴിഞ്ഞ തവണ മുതൽ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്തവണത്തെ പൂരവും സ്ത്രീ സൗഹൃദ പൂരമായിട്ട് തന്നെ ആണ് അവതരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പവലിയൻ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും പൂരം സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പൂര വിളംബരത്തോടു കൂടി തന്നെ ഇത്തവണത്തെ പൂരം ആരംഭിക്കുകയാണ്. അത് ഔദ്യോഗികമായിട്ട് എനിക്കത് ഇന്നലത്തെ നമ്മുടെ ഈ സാമ്പിൾ വെടിക്കെട്ടോടു കൂടി തന്നെ അതിൻ്റെ ഏതാണ്ടൊരു ആരംഭം കുറിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇത്തവണത്തേത് റെക്കോർഡ് ജനപങ്കാളിത്തമായിരിക്കും എന്ന നിലയിൽ തന്നെയുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മന്ത്രി കെ രാജനൊക്കെ ഉൾപ്പെടെ ആയിട്ട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹമൊക്കെ പറയുന്നത് ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൂരമായിട്ട് ഇത്തവണത്തെ 2023 പൂരം അടയാളപ്പെടുത്തപ്പെടും. ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഇപ്പോൾ ഈ തെക്കേ ഗോപുര നട അതിൻ്റെ പൂക്കളൊക്കെ വെച്ചുള്ള അലങ്കരിക്കുന്ന പണികൾ വളരെ വേഗത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാതിൽ വഴിയാണ് നെയ്തലക്കാവിൽ ഭഗവതി ഇവിടെ ഇടംപേറ്റിക്കൊണ്ട് എറണാകുളം ശിവസുന്ദർ ഇറങ്ങി വരേണ്ടത്. കഴിഞ്ഞ തവണയാണ് ശിവസുന്ദർ ആദ്യമായി ഈ നെയ്തലക്കാവിൽ ഭഗവതിയുടെ ഇടം പേറ്റുന്നത്. അത് ഇത്തവണയും ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. അതിനുശേഷം അതിനു മുമ്പ് എല്ലാവരും ആനപ്രേമികളുടെയൊക്കെ തന്നെ വലിയ സൂപ്പർ ഹീറോ ആയിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആയിരുന്നു ഈ തിടം പേറ്റിയിരുന്നത്. ഇത്തവണയും ആ ആന തന്നെ ഇത്തവണയും നാളെ പൂരനഗരിയിൽ എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയം. എന്തായാലും ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ തെക്കേ ഗോപുരനട തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി തെക്കോട്ടിറങ്ങുന്ന ആ ഒരു സമയം, ആ കൃത്യമായ രീതിയിലുള്ള ആ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് മുഴുവൻ പൂരപ്രേമികളും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു പൂരനഗരിയിലേക്ക് എത്തുക. രാവിലെ മുതൽ ആളുകൾ ഒറ്റയും പെട്ടയുമൊക്കെയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂരനഗരിയിലേക്ക്. ഇതിപ്പോൾ വെയിൽ ഒരു ശക്തമായി തന്നെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും ഒരു തരത്തിലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയായിട്ട് കാണാതെ തന്നെ ആളുകളെല്ലാം തന്നെ ആ ഒരു ആവേശത്തിലേക്ക് തന്നെ എത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്.
ആളുകൾ ഓരോ സമയവും കൂടി വരുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ കഴിയുന്നു. പൂരത്തിൻ്റെ ആവശ്യത്തിലേക്ക് മുഴുവനായും തൃശ്ശൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് പൂരച്ചമയത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഓരോ തവണയും പുതിയ പുതുമകൾ അവതരിപ്പിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ പൂരാവേശത്തിന് കൂടുതൽ വിശേഷങ്ങളുമായി എബിജോൺ തോമസും അജി കുഞ്ഞുമോനും തൃശ്ശൂരിൽ നിന്ന് ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.